എഫ്സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രത്തിനെതിരെ 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. പുലർച്ചെ 1:15 കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. CJP സമരം പടർന്നു പിടിച്ചതോടെ പ്രതിഷേധം ശമിപ്പിക്കുവാൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. നിഷ്പക്ഷ വേദിയിൽ ചർച്ചയാകാമെന്ന സമരക്കാരുടെ നിർദ്ദേശം കേന്ദ്രം അംഗീകരിച്ചു. നിർണായക കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് രാത്രി വൈകി പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. FCRA സംശയങ്ങളും ഉത്തരങ്ങളും പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ FCRA തിങ്കളാഴ്ച ആരംഭിക്കുന്ന മഴക്കാല സമ്മേളനത്തിൽ പാസാക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി ആളുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും NGOകളിൽ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളും ഉത്തരങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആളൂരിൽ പോലീസ് വാഹനമിടിച്ചുണ്ടായ അപകടം. മരിച്ച യുവാവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൈമാറി തോമസ് ഉണ്ണിയാടൻ. ആളൂരിൽ പോലീസ് വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പേണിക്കപ്പറമ്പിൽ ജൂവിൻ രാജുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA കൈമാറി. അപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തയ്യിൽ അനന്തകൃഷ്ണന് ചികിത്സാ സഹായം നൽകുവാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിവരങ്ങൾ എത്രയും വേഗം സർക്കാർ ലഭ്യമാക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥരെ തോമസ് ഉണ്ണിയാടൻ MLA ചുമതലപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുമായി മോദിയുടെ വീഡിയോ. പ്രഹസനം മാത്രമെന്ന് രാഹുൽ ഗാന്ധി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്നതിനിടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് അർദ്ധരാത്രിയിൽ വീഡിയോ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കും എന്നാണ് മോദി വീഡിയോയിലൂടെ ഉറപ്പു നൽകിയിരിക്കുന്നത്. പിന്നാലെ മോദിയുടെ വീഡിയോയെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ ബുദ്ധിയെ അപമാനിക്കരുത് എന്നാണ് രാഹുലിന്റെ വിമർശനം. മമ്മൂട്ടി, സച്ചിൻ തെണ്ടുൽക്കർ, മഞ്ജു വാര്യർ. വിദ്യാർത്ഥികളെ കേൾക്കണമെന്നും അവരാണ് ഊർജ്ജമെന്നും വിളിച്ചു പറഞ്ഞ കൂടുതൽ സെലിബ്രിറ്റികൾ. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ച് കൂടുതൽ സെലിബ്രിറ്റികൾ. മമ്മൂട്ടിയും മഞ്ജു വാര്യരും സച്ചിൻ തെണ്ടുൽക്കറും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു. യുവാക്കൾ നമ്മുടെ സ്വത്താണെന്നും അവരുടെ ശബ്ദം കേൾക്കണം എന്നുമാണ് മമ്മൂട്ടിയുടെ പ്രതികരണം. യുവാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവകാശമുണ്ടെന്ന് മഞ്ജു വാര്യർ പ്രതികരിച്ചു. തങ്ങളുടെ അധ്വാനം പാഴായെന്ന് യുവാക്കൾക്ക് തോന്നുവാൻ അവസരമുണ്ടാക്കരുതെന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറും പ്രതികരിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. CJPക്കായുള്ള ഐക്യദാർഢ്യ സദസ്സ്. റാപ്പർ വേടന്റെ എറണാകുളത്തെ പരിപാടിക്കെതിരെ കേസ്. റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ എറണാകുളം പനമ്പള്ളി നഗറിൽ CJP ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. വേടന്റെ മാനേജർ അടക്കം 99 പേരെ പ്രതി ചേർത്താണ് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. പാട്ടും പ്രതിഷേധവും എന്ന പേരിൽ ചൊവ്വാഴ്ചയാണ് പരിപാടി നടന്നത്. CJP പാർലമെന്റ് മാർച്ചിനിടെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചു. ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥികൾ. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച് CRPF. പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. എന്നാൽ മാർച്ചിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും പെല്ലറ്റ് തോക്കുകളിൽ നിന്നും പരിക്കേറ്റെന്നും സഫ്ദർജംഗ് ആശുപത്രി രേഖകൾ ഇത് തെളിയിക്കുന്നുണ്ട് എന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ആശുപത്രി അധികൃതരാണ് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ നിന്നും പെല്ലറ്റുകൾ നീക്കം ചെയ്തത് എന്നുമാണ് CJP പ്രതിനിധികൾ പറയുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.